ബാങ്ക് വളർച്ചയുടെ മൂന്നാം കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി ഇന്ത്യയിലെ ബാങ്ക് വളർച്ചയുടെ ഒന്നാം കാലഘട്ടത്തിനെക്കുറിച്ചും രണ്ടാം കാലഘട്ടത്തിനെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ക്ലാസ്സിൽ നമുക്ക് മൂന്നാം കാലഘട്ടത്തിനെക്കുറിച്ച് നോക്കാം. 1991 മൂന്നാം കാലഘട്ടം ആരംഭിക്കുന്നത്. ഇന്ന് വരെ നീണ്ടു നിൽക്കുന്ന കാലഘട്ടമാണിത്. അതായത് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മൂന്നാം കാലഘട്ടത്തിലൂടെയാണ്. ബാങ്ക് വളർച്ചയുടെ മൂന്നാം കാലഘട്ടം 1991 ആരംഭിക്കുന്നതിന് കാരണം നടന്ന ഗൾഫ് യുദ്ധമാണ്. അന്ന് ഗൾഫ് യുദ്ധം കാരണം ഇന്ത്യയിലും വൻ സാമ്പത്തിക നഷ്ടം ഉണ്ടായി. IMF ഈ സമയത്ത് ഇന്ത്യക്ക് കടം നൽകാമെന്നൊക്കെ പറഞ്ഞു. ബട്ട് ഇന്ത്യ നവസാമ്പത്തിക പരിഷ്കരണങ്ങൾ, അതായത് ഗവൺമെന്റ് ഇൻവോൾവ്മെന്റ് കുറച്ചിട്ട് പ്രൈവറ്റ് ബാങ്കുകൾക്കും ലൈസൻസ് നൽകാൻ IMF ശുപാർശ ചെയ്തു. തുടർന്ന് 1991 നവസാമ്പത്തിക പരിഷ്കരണങ്ങളൊക്കെ ഇന്ത്യൻ ഗവൺമെന്റ് നടത്തി. ഇതിനെ തുടർന്ന് 1991 പുതിയ സ്വകാര്യ ബാങ്കുകൾ നിലവിൽ വരാൻ തുടങ്ങി. അങ്ങനെ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഈ സ്വകാര്യ ബാങ്കുകൾ പുതിയ ടെക്നോളജികളും കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങി. അതായത് ATM കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഫോൺ ബാങ്കിങ്, നെറ്റ് ബാങ്കിങ്, കോർ ബാങ്കിങ് തുടങ്ങിയ നൂതന സംവിധാനങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ നിലവിൽ വന്നു. ഈ ഘട്ടത്തിൽ ലൈസൻസ് ലഭിച്ച സ്വകാര്യ ബാങ്കുകൾ നൂതന പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിൽ നടപ്പിലാക്കുകയും കൂടെ ചെയ്തതോടുകൂടി ഇത്തരം ബാങ്കുകളെ പുത്തൻ തലമുറ ബാങ്കുകൾ എന്നറിയപ്പെടാൻ തുടങ്ങി. കൊടാക്ക്, HDFC ഫസ്റ്റ് ബാങ്ക്, HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക് ഇതെല്ലാം പുത്തൻ തലമുറ ബാങ്കുകൾക്ക് ഉദാഹരണങ്ങളാണ്.